ആലമ്പുഴ MLA ശ്രീ എ പ്രഭാകരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. MLA, എന്താണ് സംഭവിച്ചത്? ഇത് ഈ ആനയെ ഇങ്ങനെ നാട്ടുകാരെ ശല്യപ്പെടുത്തുന്ന സംബന്ധിച്ച് ഒരുപാട് പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്നൊരു പരാതിയാണ് അവിടെ ഉള്ളത്. ഇടപെടൽ പറഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിമിതിന്റെയാണ് പ്രശ്നം. നിയമവും പ്രശ്നങ്ങളൊക്കെയാണ്. ഇതേ മണ്ഡലത്തിലാണെങ്കിൽ വാളയാർ മുതൽ കല്ലടിക്കോട് ഇപ്പൊ ഈ നടന്ന സംഭവത്തിന്റെ അടുത്താണ് കല്ലടിക്കോട്. അതുവരെ ഈ വന്യങ്ങളുടെ കടന്നാക്രമണം വരികയാണ്. ഇത് നിയമസഭയിൽ പലതവണ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്. ചില എന്നെ നിയമസഭയിൽ എന്താ മണ്ഡലത്തിൽ വല്ല കളിയാക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഈ നമ്മുടെ ഈ കപ്പി കെട്ടുന്നത് കൊണ്ടൊന്നും ഇപ്പോ സോളാർ ഫെൻസിങ് കൊണ്ടൊന്നും ഇത് തടസ്സപ്പെടുത്താൻ കഴിയില്ല. ജനവാസ കേന്ദ്രങ്ങളിൽ സ്ഥിര താമസമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ വന്യമൃഗങ്ങൾ. അതാ ഈ പുതുച്ചേരി പഞ്ചായത്തിൽ ഇതുപോലെ ഉണ്ടായി. ആ സ്കൂളിനകത്ത് വന്ന് അതിന്റെ എല്ലാ മധുരയിലെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് എത്തുമ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്. ഉടൻ തന്നെ CFOനെ വിളിച്ചു. അപ്പൊ അദ്ദേഹം ആവശ്യമായ ഞങ്ങള് ഇനി ഒരു അപകടം കൂടി ഉണ്ടാകാനുള്ള മുൻകരുതൽ എടുക്കാതിരുന്നാൽ നാട്ടിൽ നമുക്ക് ഇല്ല എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്ററിയെ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം വേണ്ടതൊക്കെ ചെയ്യാൻ ഈ ഫോറസ്റ്റിന്റെ മാത്രം സഹായം കൊണ്ട് കഴിയില്ല, ഞാൻ പോലീസിന്റെ സഹായവും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചത്. എന്തായാലും ഇതൊരു തീരാ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വന്യമൃഗങ്ങളുടെ ശല്യം. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ മനസമാധാനത്തോടു കൂടി ജനങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി ഉള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എന്നാൽ ആകുന്ന കാര്യം ഈ കാര്യത്തിൽ ഇടപെടും. ഇനിയിപ്പോ ആശുപത്രിക്ക് പോവുകയാണ്. അത് ഒന്ന് പോകണം. അമ്മയും ആശുപത്രിയിലാണ്. അപ്പോ ഒരു വല്ലാത്ത പ്രശ്നം ഇത് നാളെയും ഉണ്ടായിക്കൂടായികയില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ആവശ്യമായ നടപടി കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റിന്റെ പരിമിതി ഉണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ മറുപടി. എന്തായാലും ഇതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കും. ഞങ്ങള് എന്നുള്ളത് എന്തായാലും അവിടെ ഒന്ന് പോകാൻ നിൽക്കുകയാണ്. ശരി, MLA സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.